ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ സംഭവം ഒരു റിലേഷൻഷിപ്പിൽ ചിലർക്കെങ്കിലും സംഭവിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ അതിനെ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ തെറ്റുകാരി അല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ക്ഷമിക്കുന്നത്, അയാൾ എന്നോട് ചെയ്തതൊക്കെ ഞാൻ മറക്കണം എന്നാണോ? ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് ചെയ്ത് എന്തെങ്കിലും ക്രൂരതകൾ അല്ലെങ്കിൽ ദുഷ്ടതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ആ ഒരു ഗ്രഡ്ജസ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്കാണ് അതിൻ്റെ എല്ലാ ദോഷങ്ങളും വരിക. കാരണം വേറൊരാൾ മരിക്കാൻ വേണ്ടി നമ്മൾ പോയിസൺ കുടിച്ചാൽ എങ്ങനെ ഇരിക്കും? അയാൾ മരിക്കുമൊന്നുമില്ല, നമ്മളല്ലേ ആ വിഷം കുടിച്ച് മരിക്കുക അല്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. അയാളോട് നമുക്കാണ് ദേഷ്യം, പക്ഷെ ദേഷ്യം വെച്ചുകൊണ്ട് നമ്മളാണ് മനസ്സിലിരിക്കുക. അയാൾ ആ ദേഷ്യം ഒന്ന് ഓർത്ത്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരാൾ നമ്മളോട് കുറേ അങ്ങ് ചീത്ത വിളിച്ചിട്ട് പോയി. ചീത്ത വിളിച്ചത് അയാൾ മറന്നു തന്നെ ഉണ്ടാവും. നമ്മൾ അതുകൊണ്ട് ഇയാൾ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അയാൾ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ ദിവസങ്ങളോളം, ഇത് മിക്കവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലേ. ഒരാൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയി കുറേ വിഷമിപ്പിച്ചു. ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചാൽ പറഞ്ഞ ആളത് അപ്പം തന്നെ വിട്ടിട്ടുണ്ടാകും, പക്ഷെ നമ്മുടെ മനസ്സിൽ അത് പോകാനായിട്ട് കുറേ ദിവസങ്ങൾ എടുക്കും. നമ്മൾ ആ ദേഷ്യം കൊണ്ട് ഒരുപാട് ദിവസം നടക്കുമല്ലേ. അതുകൊണ്ട് ആർക്കാ നഷ്ടം? അവർക്കോ നമുക്കോ? നമുക്ക് മാത്രമേ നഷ്ടമുള്ളൂ. കാരണം നമ്മൾ ആ ഗ്രഡ്ജസും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കൊണ്ട് മനസ്സിൽ നടക്കുമ്പം അത് നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെയും ഒക്കെയാണ് ബാധിക്കുന്നത്. അവർക്ക് ഒരു പ്രശ്നവുമില്ല, അത് അവരപ്പം തന്നെ വിട്ടിട്ടുണ്ടാവും. അപ്പം അത് നമ്മളെ മെന്റലിയും ഫിസിക്കലിയും ഒക്കെ അഫക്റ്റ് ചെയ്യുക. നമ്മൾ ഫിസിക്കലി അഫക്റ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, നമുക്ക് ഓരോ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും ഈ വേദനയൊക്കെ വരുന്നത് ഈ മനസ്സിലെ ഈ പിരിമുറുക്കം കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് കാലുവേദന, എനിക്ക് കൈവേദന, എനിക്ക് നടുവേദന എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നത് നമ്മുടെ ഈ മനസ്സിലെ ഓരോ പിരിമുറുക്കം കൊണ്ടാണ്. മനസ്സ് ക്ലീൻ ആയിട്ടിരുന്നാൽ ഈ കുറേ ഒരു വിധത്തിൽ നമുക്ക് ഈ ഫിസിക്കൽ ഇൽനെസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സംഭവം, ഒരു പുണ്യമായ ഒരു പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളോട് ആര് തെറ്റ് ചെയ്തോ അവരോട് ഫൊർഗീവ് ചെയ്യാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എന്നും പറഞ്ഞ് അവർ നമ്മളോട് ചെയ്ത കാര്യങ്ങളും തെറ്റുകളും ഒക്കെ നമ്മൾ ക്ഷമിച്ചിട്ട് അവരെ നമ്മൾ വീണ്ടും അത് ചെയ്യാൻ അനുവദിക്കുക എന്നല്ല അതിനർത്ഥം. അവരെ നമ്മളൊരു ഡിസ്റ്റൻസിൽ മാറ്റി നിർത്തുക, വീണ്ടും അവർക്കത് ചെയ്യാൻ അവസരം കൊടുക്കുന്നു എന്നല്ല. ഓക്കെ, അവരോട് നമ്മൾ ക്ഷമിച്ചു, അതെല്ലാം നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടു, ഫൊർഗീവ് ചെയ്യുക, പിന്നെ അവരെ ഒരു ഡിസ്റ്റൻസിൽ നിർത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ദേഷ്യവും വൈരാഗ്യവും ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഒരിക്കലും നമുക്ക് നല്ലതല്ല. അപ്പം ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ ഒക്കെ എല്ലാവരും ഇനിയും തൊട്ട് നമ്മൾ ഫൊർഗീവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായ ഒരു കർമ്മമാണ്.